അതെ ഒന്ന് നിന്നേ. അയാൾ എന്നെ കണ്ടായിരുന്ന? പിന്നെ കണ്ടോന്ന്? കണ്ടല്ലേ? എന്തു പറഞ്ഞു? ജിയിൽ വന്നാൽ അൻവർ തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത്. കാല് വെട്ടുമെന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങ് വെട്ടാൻ കഴിയുമോ? അതും പി വി അൻവർ MLA കാലൊക്കെ ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിരിക്കും. ഇതുപോലെയുള്ള ഒരു ഗുണ്ട അങ്ങനെ പറഞ്ഞാൽ വെട്ടൂടെ? പറയുന്നത് വി ഡി സതീശൻ, അജിത് കുമാറാണ്. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വന്ദേ ഭാരതിൽ പോവാം. വന്ദേ ഭാരതിൽ എന്തായാലും നല്ല സുരക്ഷയാണ്. എനിക്ക് പേടിയാണ്. ഞാനിപ്പോ MC റോഡ് വഴി പോകാൻ എന്താണ് മാർഗം അന്വേഷിച്ചോണ്ടിരിക്കുക. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? അതുകൊണ്ടാണല്ലോ ഞാൻ കോഴിക്കോട് ഇറങ്ങിയത്. സത്യത്തിൽ എനിക്ക് എറണാകുളത്തായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. കോഴിക്കോട് ഇറങ്ങിയിട്ട് തന്നെ വീട്ടിലെത്തുന്നവരെ ഭയമായിരുന്നു. മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. അതെ, വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്കാം. അപ്പൊ അത് ഒരു കാല് പറഞ്ഞിരുന്നെങ്കിൽ ആ കാല് മാത്രം വാങ്ങിച്ചാൽ മതി. വെപ്പ് കാല് കിട്ടുമല്ലോ. അപ്പൊ ഇത് രണ്ടും ഓർഡർ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് മുഹമ്മദ് ഷിയാസ് ഇങ്ങനെയൊക്കെ പറയുന്നതോ? അതിനാണല്ലോ അവന്റെ കയ്യിൽ ഒരു വെട്ടുകത്തിയും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ ഞാൻ ജീവിക്കാൻ വിചാരിച്ചോ? വി ഡി സതീശന്റെ ഒരു ഗുണ്ടയായി പേരിനൊരു വെള്ളക്കുപ്പായവും ഒരു വെട്ടുകത്തിയും കൊടുത്തിട്ട് DCC പ്രസിഡന്റ് എന്ന നെറ്റിപ്പട്ടവും ചാർത്തിയിട്ട് ഒരുത്തൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. മുഹമ്മദ് ഷിയാസ് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പറഞ്ഞതിലും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. അതായത് താങ്കളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. എറണാകുളത്തേക്കൊന്നും ഇനി പോകാൻ കഴിയില്ല. തിരുവനന്തപുരത്തേക്ക് തന്നെ MC റോഡ് വഴി പോകേണ്ടില്ലല്ലോ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.